നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ 50 വയസ്സ് കഴിയുമ്പോൾ പലപ്പോഴും മനസ്സിലൊരു ചോദ്യം വരാറില്ലേ, ഇനി അങ്ങോട്ട് എന്ത് എന്നൊരു തോന്നല്. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ളൊരു ഉത്തരം തേടിയുള്ള യാത്രയാണ് നമ്മളിന്ന് നടത്തുന്നത്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഉൻസെ ജോ 50 കെ ഹോ ചലേ എന്ന ഹിന്ദിയിലുള്ള മൂലഗ്രന്ഥമാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഈ രണ്ടാം പകുതി എങ്ങനെ കൂടുതൽ മനോഹരവും അതിലുപരി അർത്ഥപൂർണവുമാക്കാം എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തുന്നൊരു വാചകത്തോടെയാണ്. സ്വാർത്ഥമായ ജീവിതം നയിക്കുന്നത് ആത്മീയമായി ഒരു കുറ്റകൃത്യമാണ്. കേൾക്കുമ്പോൾ ഒരു ഞെട്ടല് തോന്നാം, അല്ലേ? കുറ്റകൃത്യം എന്നൊക്കെ പറയുന്നത് കുറച്ച് കടുപ്പമല്ലേ എന്ന്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ശക്തമായൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്? ശരി, നമുക്കിതിന്റെ പൊരുൾ എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ വലിയ ആശയം ശരിക്കും മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം നമ്മൾ ജീവിതത്തെ 2 പകുതികളായി കാണുന്നതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ നമുക്കെല്ലാം ഉള്ള ഒരു കടത്തെക്കുറിച്ച് മനസ്സിലാക്കും. അടുത്തതായി ഒരു മനുഷ്യന്റെ യഥാർത്ഥ കടമ എന്താണെന്ന് നോക്കും. അതിനുശേഷം സേവനം എന്ന വഴികുറിച്ച് പഠിക്കും. അവസാനം നമുക്കെങ്ങനെ ഒരു നല്ല ഓർമ്മ, ഒരു ദിവ്യമായ പൈതൃകം ബാക്കി വയ്ക്കാമെന്നും ചർച്ച ചെയ്യും. റെഡിയല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ജീവിതത്തെ 2 ഭാഗങ്ങളായി കാണുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയവും ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതം ഒരു നാടകത്തിലെ 2 അംഗങ്ങൾ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. ഓരോ അംഗത്തിനും അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു റോളുണ്ട്. ഇതിലെ നമുക്ക് ജീവിതത്തിന്റെ ഒരു ബാലൻസ് ഷീറ്റായിട്ട് കാണാം. ആദ്യത്തെ 50 വർഷം, അതായത് പൂർവാർദ്ധം, അത് നമ്മൾ സ്വീകരിക്കുന്ന സമയമാണ്. വിദ്യാഭ്യാസം, കഴിവുകൾ, സമ്പത്ത്, സ്നേഹം എല്ലാം നമ്മളിലേക്ക് വരുന്നു. നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലം. എന്നാൽ 50 വയസ്സ് കഴിയുമ്പോൾ ആ ഉത്തരാർദ്ധത്തിൽ കളി മാറുകയാണ്. ആ ബാലൻസ് ഷീറ്റിന്റെ മറ്റേ സൈഡിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതായത് അതുവരെ കിട്ടിയതെല്ലാം തിരികെ കൊടുത്ത് ആ കണക്കുകൾ അങ്ങ് തീർക്കാനുള്ള സമയമായി. പക്ഷെ ഇതൊരു ഭാരമായിട്ട് കാണുകയേ വേണ്ട കേട്ടോ. ഇത് ജീവിതത്തിന്റെ വളരെ സ്വാഭാവികമായ ഒരു ഒഴുക്കു മാത്രമാണ്. നമ്മൾ ആദ്യത്തെ പകുതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? അനുഭവസമ്പത്തും അറിവും പക്വതയുമെല്ലാം കിട്ടിയില്ലേ? അതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാകുക, സമൂഹത്തിനൊരു മുതൽക്കൂട്ടാകുക, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വാങ്ങുന്നതിന്റെ സന്തോഷത്തിൽ നിന്ന് കൊടുക്കുന്നതിന്റെ ഒരു വലിയ സംതൃപ്തിയിലേക്കുള്ള ഒരു യാത്രയാണിത്. അപ്പോ ജീവിതത്തിന്റെ 2ാം പകുതിയിൽ തിരികെ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം. എന്തിനാണ് നമ്മൾ ഇത്ര കടപ്പെട്ടിരിക്കുന്നത്? എന്താണാ കടം, അല്ലേ? വളരെ നല്ല ചോദ്യമാണ്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള ആ വലിയ പവിത്രമായ കടത്തെക്കുറിച്ച്. ഈ വലിയ ആശയം മനസ്സിലാക്കാൻ നമുക്ക് വളരെ സിമ്പിളായൊരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ളൊരു തൂവാലയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. വളരെ നിസ്സാരമായൊരു സാധനം, അല്ലേ? പക്ഷെ ഒരു നിമിഷം കണ്ണടച്ചൊന്ന് ആലോചിക്കൂ. ഈ ഒരൊറ്റ തൂവാല നിങ്ങളുടെ കയ്യിലെത്താൻ എത്രയെത്ര ആളുകളുടെ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ടാകും. ഇതൊരു കഥ പോലെയാണ്. നോക്കൂ, ഒരു സാധാരണ തൂവാലയുടെ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാ? ഒരു കർഷകന്റെ പരുത്തിപ്പാടത്ത് നിന്ന്. ആ പരുത്തി നൂലാക്കി മാറ്റാൻ ഒരു തൊഴിലാളി. ആ നൂല തുണിയാക്കി നെയ്യുന്ന യന്ത്രം ഡിസൈൻ ചെയ്തത് ഒരു എഞ്ചിനീയർ. ആ യന്ത്രത്തിനു വേണ്ട ഇരുമ്പ് കുഴിച്ചെടുത്തതൊരു ഖനിത്തൊഴിലാളി. ഇതിനെല്ലാം അടിസ്ഥാനമായ അറിവോ? അത് ആയിരക്കണക്കിന് വർഷങ്ങളായി തലമുറകൾ കൈമാറി വന്നതാണ്. അപ്പോ നോർത്തു നോക്കൂ, ഇത്ര നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു സാധനത്തിനു പിന്നിൽ പോലും എത്ര വലിയൊരു മനുഷ്യരുടെ ശൃംഖലയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മളിന്ന് അനുഭവിക്കുന്ന ഓരോ സുഖവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉടുക്കുന്ന വസ്ത്രം, നമുക്കുള്ള അറിവ്, ഇതെല്ലാം എണ്ണമറ്റ ആളുകളുടെ, നമുക്ക് മുൻപേ ജീവിച്ചവരുടെയും ഇപ്പോൾ ജീവിക്കുന്നവരുടെയും ഒക്കെ കൂട്ടായ അധ്വാനത്തിന്റെ ഫലമാണ്. നമ്മളാരും ഒറ്റയ്ക്കൊരു ദ്വീപല്ല. നമ്മളെല്ലാം ഒരു വലിയ ശൃംഖലയിലെ കണ്ണികളാണ്. അതുപോലെ ഈ കടം എന്ന് പറയുന്നത് പൈസയുടെയോ വസ്തുക്കളുടെയോ കണക്ക് മാത്രമല്ല. നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരുടെ സ്നേഹം, അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാർ, അസുഖം വന്നപ്പോൾ നമ്മളെ നോക്കിയ ഡോക്ടർമാർ, എന്തിനേറെ നമുക്ക് ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും തരുന്ന ഈ പ്രകൃതി, അങ്ങനെ നോക്കിയാൽ തീരാത്തത്ര കടങ്ങളുണ്ട് നമുക്ക്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ സമൂഹത്തോടെ നമുക്കെല്ലാവർക്കും വലിയൊരു കടപ്പാടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ കടം വീട്ടുക എന്നുള്ളത് മനുഷ്യന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായി മാറുന്നത്? മൃഗങ്ങൾക്കോ മറ്റു ജീവികൾക്കോ ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് നമുക്കുള്ളത്? അതാണ് നമ്മുടെ യാത്രയിലെ 3ാമത്തെ സ്റ്റോപ്പ്. നിങ്ങളെപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട്.
അതില് മനുഷ്യന് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം ചിന്തിക്കാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുമൊക്കെയുള്ള കഴിവ് കിട്ടിയത്? വെറുതെ സുഖിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ വേണ്ടിയാണോ ഇത്രയും വലിയ കഴിവുകൾ ദൈവം നമുക്ക് തന്നത്? ഇവിടെയാണ് ഈ പുസ്തകം വളരെ മനോഹരമായ ഒരു വേർതിരിവ് നമുക്ക് പറഞ്ഞു തരുന്നത്. 84 ലക്ഷം ജീവിവർഗങ്ങളും ഭോഗയോനികളാണത്രേ. അതായത് അവയുടെ ജീവിതമെന്നു പറയുന്നത് കേവലം അനുഭവങ്ങളിലൂടെ, സഹജവാസനകളിലൂടെ കടന്നുപോകുന്നു. പക്ഷേ മനുഷ്യജന്മം മാത്രം ഒരു കർത്തവ്യയോനിയാണ്. അതായത് കടമയുടെ ജന്മം. നമുക്ക് ശരിയേതാ തെറ്റേതാ എന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവം തീരുമാനങ്ങളെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കൂടുതൽ കഴിവുകൾ കിട്ടുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ചുമലിൽ വരും. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ചിന്തിക്കാനുള്ള കഴിവും വിവേകവും അത് വെറുതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് നമ്മളൊരു ഭാഗമായിരിക്കുന്ന ഈ സമൂഹത്തിനും ഈ ലോകത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കൂടിയുള്ളതാണ്. അപ്പോ ജീവിതം ഒരു കടമാണെന്നും അത് വീട്ടേണ്ടത് നമ്മുടെ കടമയാണെന്നും നമ്മൾക്കിപ്പോ മനസ്സിലായി. അടുത്ത ചോദ്യം, എങ്ങനെ ഈ കടം വീട്ടും? അതിനൊരു വഴിയുണ്ടോ? ഉണ്ട്. അതിന് ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന വളരെ മനോഹരവും പ്രായോഗികവുമായ ഒരു വഴിയാണ് ആധുനിക കാലഘട്ടത്തിന് ചേർന്ന വാനപ്രസ്ഥം. അതായത് സേവനത്തിന്റെ പാത. വാനപ്രസ്ഥമെന്ന് കേൾക്കുമ്പോഴേക്കും പണ്ടത്തെ പോലെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്ന കാര്യമൊന്നും ഓർക്കരുത് കേട്ടോ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്നും ഒളിച്ചോടാതെ ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമ്മുടെ സമയവും കഴിവും അറിവും ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ഒളിച്ചോട്ടമല്ല, മറിച്ച് കൂടുതൽ ഉയർന്നൊരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. അപ്പോ എങ്ങനെയാണ് ഈ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകേണ്ടത്? അതിന് പ്രധാനമായും 4 തൂണുകളുണ്ടെന്നാണ് പറയുന്നത്. 1. ഉപാസന, അതായത് ഈശ്വരനുമായി ഒരു ബന്ധം സൂക്ഷിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം തരും. 2. സ്വാധ്യായം, എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കുക, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. 3. സംയം, അതായത് ഒരു അച്ചടക്കം, നമ്മുടെ ജീവിതത്തിലും ഇന്ദ്രിയങ്ങളിലുമൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരിക. പിന്നെ 4ാമത്തേത്, ഏറ്റവും പ്രധാനം, സേവ, അതായത് നിസ്വാർത്ഥമായ സേവനം. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ കടം വീട്ടുന്നത്. എന്തൊരു മനോഹരമായൊരു ഉപമയാണെന്ന് നോക്കൂ. സേവനം എന്ന ഗംഗയിൽ സ്നാനം ചെയ്യുക. നമ്മൾ ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നതെന്തിനാ? നമ്മുടെ പാപങ്ങളും അഴുക്കുകളും കളയാൻ. അതുപോലെ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയുമൊക്കെ കറകൾ ഇല്ലാതായി നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. സമൂഹത്തെ സേവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തം കുടുംബത്തെയും ഉത്തരവാദിത്തങ്ങളെയും ഉപേക്ഷിക്കണമെന്നല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ കുടുംബം എന്ന ചിന്തയെ കുറച്ചുകൂടി വലുതാക്കുകയാണ് വേണ്ടത്. എന്റെ കുടുംബം എന്ന ആ ചെറിയ വൃത്തത്തിൽ നിന്നും പുറത്തുവന്ന് ഈ ലോകം മുഴുവൻ എന്റെ കുടുംബമാണ് എന്ന വലിയൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളരണം. അങ്ങനെ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശരി, ഈ സേവനത്തിന്റെ പാതയിലൂടെയൊക്കെ സഞ്ചരിച്ചു കഴിയുമ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ അവസാനം? എന്താണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം? നമ്മൾ എങ്ങോട്ടാണ് എത്താൻ ശ്രമിക്കുന്നത്? ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നു പറയുന്നത് നമ്മുടെ ബോധത്തിനെ, നമ്മുടെ ചിന്തയെ വികസിപ്പിക്കുക എന്നതാണ്. ഞാൻ, എന്റേത് എന്നൊക്കെ പറയുന്ന ആ ചെറിയ തടവറയില്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുവന്ന് വസുദൈവ കുടുംബകം എന്ന വലിയ സത്യം മനസ്സിലാക്കുക. അതായത് ഈ ലോകം മുഴുവനും ഒരൊറ്റ കുടുംബമാണെന്ന് അനുഭവിച്ചറിയുക. ആ തടവറ തുറക്കാനുള്ള താക്കോലാണ് സേവനം. അതുകൊണ്ടുതന്നെ ഇതൊരു സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, അതിലുപരി ഒരു ആത്മീയ യാത്ര കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലൂടെയും ഓരോ സേവനത്തിലൂടെയും നമ്മുടെ ആത്മാവ് അതിന്റെ പരിമിതികളൊക്കെ പൊട്ടിച്ച് വലുതാവുകയാണ്. ഒരു ചെറിയ അണുവിന് തുല്യമായ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിന്റെ അംശത്തിലേക്ക് നമ്മൾ വളരുകയാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനത്തിന് 2 ഗുണങ്ങളുണ്ട്. 1, അത് നമ്മുടെ ആത്മീയ കടങ്ങൾ വീട്ടുന്നു, നമുക്ക് മനസ്സമാധാനവും സംതൃപ്തിയും തരുന്നു. 2, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരിടമാക്കി അത് മാറ്റുന്നു. ഒടുവിൽ നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ ബാക്കി വയ്ക്കാവുന്ന ഏറ്റവും വലിയ പൈതൃകവും അതുതന്നെയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ
ഒരു ചോദ്യം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം ആ വലിയ കണക്ക് പുസ്തകം, ആ ആത്മീയ ബാലൻസ് ഷീറ്റ് തുറന്നു നോക്കുമ്പോൾ അതിലെ കണക്ക് എന്തായിരിക്കും കാണിക്കുക? നമ്മൾ സമൂഹത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടേയിരുന്ന ഒരു കടക്കാരനായിരിക്കുമോ? അതോ കിട്ടിയതിനേക്കാൾ കൂടുതൽ തിരികെ നൽകി നിറഞ്ഞ സംതൃപ്തിയോടെ മടങ്ങുന്ന ഒരാളായിരിക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.